Reba solo di ande la rosi dando la de liamto risiti. പരിശുദ്ധാത്മാവിന് നിന്നെ വേണമെന്ന വാക്ക് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു. ഈ ദിവസം രാവിലെ എഴുന്നേറ്റ് മുതൽ ഈ വാക്കാണ് ഞാൻ കേൾക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് ക്ഷമ ചോദിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഹൃദയം വേദനിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഹൃദയം നൊന്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഹൃദയം മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അവൻ വളരെ സെൻസിറ്റീവാണ്. പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവാണ്. നമ്മോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വീടുകൾക്കകത്ത് വലിയ സൗഖ്യത്തിന്റെ ശക്തി ചലിക്കുകയാണ്. ഇന്ന് വീടുകൾക്കകത്ത് വലിയ വിടുതലിന്റെ ശക്തി ചലിക്കുകയാണ്. ഇന്ന് വീടുകൾക്കകത്ത് ഭയങ്കര സംരക്ഷണം ചലിക്കുകയാണ്. ദൈവത്തിന്റെ സംരക്ഷണം ചലിക്കുകയാണ്. Holy Lord, Master, we bless you. Oh, holy Lord. ദൂതന്മാർ നിങ്ങളുടെ ചുറ്റും ഇറങ്ങുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഹെവൻലി പ്ലേസ് ആയി മാറുന്നു. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ സ്വർഗം വഹിച്ചുകൊണ്ട് നടക്കുന്നവരെ പോലെയാകുന്നു. നിങ്ങൾ ഇരിക്കുന്ന വാഹനം ഹെവൻലി പ്ലേസസ് ആയി മാറുന്നു. ഓ തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കോടു തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. ഓ സങ്കേതം ഞാൻ കോടു തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. നമ്മുടെ ഹൃദയം വേദനിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ നമ്മുടെ യേശു മാത്രമാണ്, നമ്മുടെ അപ്പൻ മാത്രമാണ്. പക്ഷേ ഇന്ന് ഈ സാന്നിധ്യത്തിനകത്ത് നിങ്ങൾക്കകത്ത് സങ്കടം ഉണ്ടാകുന്നെങ്കിൽ അത് നാം പരിശുദ്ധാത്മാവിനെ മുറിവേൽപ്പിച്ചെങ്കിലാണ്. അത് നാം പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് ചെയ്തെങ്കിലാണ്. എന്നാലും ആ രണ്ട് കരം ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, നിന്നേക്കാൾ അധികമായി പലപ്പോഴും ഞാൻ പലർക്കും സ്ഥാനം കൊടുത്തെങ്കിൽ ഇന്ന് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ അതിനെ വിച്ഛേദിക്കുകയാണ്. ഇന്ന് ഞാൻ അതിനെ മുറിച്ചു കളയുകയാണ്. മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് യു, ഹോളി സ്പിരിറ്റ്. എൻ്റെ മുൻസ്ഥാനം അങ്ങാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം അങ്ങാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓൾവേസ് ഫോക്കസ് ഈസ് ഓൺ യു. എൻ്റെ എപ്പോഴുമുള്ള ദൃഷ്ടി അങ്ങയുടെ മേലാണ്. അങ്ങനെയെങ്കിൽ അവൻ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ഹല്ലേലൂയ ലോർഡ്. അങ്ങേക്കപ്പുറമായി ഞങ്ങൾ എന്തെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച ഞങ്ങൾ അതിനെല്ലാം വലിച്ചെറിയുകയാണ്. ഈ ഞായറാഴ്ച ഞങ്ങൾ അതിനെല്ലാം വലിച്ചെറിയുകയാണ്. Only your presence, അങ്ങയുടെ സാന്നിധ്യം മാത്രം ഞങ്ങൾ ചോദിക്കുന്നപ്പാ. ഓ തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കോടു ധന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. നാഥ സങ്കേതം ഞാൻ കോടു ധന്യർക്കെന്നോർത്തിത. ഓഹോ എന്നുള്ളിലെന്നും വസിച്ചിടുവാ, എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. ഓ ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം.
mercy. There is healing happening. ഇതിനകത്ത് ഹൃദയത്തിനകത്തുള്ള സൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ മുറിവുകളിൽ നിന്നും സൗഖ്യം സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധങ്ങൾ വീണ്ടും റീകണക്ട് ആകുകയാണ്. ഹൃദയത്തിനകത്ത് സൗഖ്യം സംഭവിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലനദി ഒഴുകുന്നത് പോലെ രാജ്യങ്ങളിലേക്ക് സൗഖ്യം ഒഴുകാൻ തുടങ്ങും. നീ ഒരു ശുശ്രൂഷകനാണെങ്കിൽ, അല്ലെങ്കിൽ നീ ഒരു കർത്താവുമായി ജീവിക്കുന്ന, കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുള്ള ബന്ധം ക്ലിയർ ആയാൽ സൗഖ്യങ്ങൾ ആശുപത്രികളിലേക്ക് ഒഴുകാൻ തുടങ്ങും. സൗഖ്യങ്ങൾ രാജ്യങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. Oh Lord, our city, oh la sera di amto, ശൂന്യവും പാഴും തള്ളിയതാമിനിൻ മന്ദിരം തന്നിലിന്ന് ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. വീണ്ടും ചേർത്ത് പാടാമോ? ശബ്ദമുയർത്തി. ഓഹോ, ശൂന്യവും പാഴും തള്ളിയതാമിനിൻ മന്ദിരം തന്നിലിന്ന് ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. ചോദിച്ചേ, വന്നു പാർത്തു നിന്നെ. ഓ, വന്നു പാർത്തു. ഓ ശാരാരിയാധേ ലാരിയാധേ. Holy Spirit, we welcome you, Yeshua. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധി. ജീവിതമിന്നും ജീവിതമിന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്ന ഒരു പുനർജനനം, വീണ്ടും ജീവനെ നൽകണമേന്ന്. ഓ, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണം. വന്നൻ ജീവനും ശക്തിയും നൽകി. അപ്പാ, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. എന്നുള്ളിലെന്നോ വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. ഓഹോ, ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ. ഓഹോ, യേശുവാ എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ.
എന്നില്ല ശുദ്ധനും ചേലാവിഹീനനും ചേർന്നു വരികയില്ല മേല. എന്നില്ല ശുദ്ധനും ചേലാവിഹീനനും ചേർന്നു വരിക എന്നുള്ളിലെന്നോ എന്നുള്ളിലും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ. പരിശുദ്ധാത്മാവിനെ അധികമായി കൊതിച്ച് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് നിങ്ങളുടെ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു പ്രൊട്ടക്ഷനായി പരിശുദ്ധാത്മാവ്, കൂടെ നടക്കാൻ പരിശുദ്ധാത്മാവ് മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി. ദൈവജനം ഇന്ന് പകൽ ആ പരിശുദ്ധാത്മാവിനെ ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും ആദി. ഈ മനസ്സ് തുറന്നു പറഞ്ഞു, എന്നുള്ളിൽ വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും യേശുവാ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെ ജീവൻ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ടോ അവിടെ പുനർസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആമേൻ ഒന്നും നമുക്ക് ചെയ്യുവാൻ കഴിയില്ല. അതേ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ മേൽ വസിക്കുമ്പോൾ നാം ജീവിക്കപ്പെടുകയാണ്. നാം ജീവിക്കപ്പെടുകയാണ്. പാഴും ശൂന്യവുമായ ആ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് ഭൂമിയെ മറച്ചപ്പോൾ, അതിനകത്തുനിന്ന് ലോകം അത്ഭുതപ്പെട്ട ഒരു പുതിയ ഭൂമി വെളിപ്പെട്ടു വന്നെങ്കിൽ ഈ ഞായറാഴ്ച ഒരു ഗ്ലോറിയസ് സൺഡേ ആണ്. ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് നിന്ന് അത്ഭുതകരമായത് വെളിപ്പെട്ടു വരുവാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ഇന്ന് പകൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുക. സാധ്യത ഇല്ലാത്തിടത്ത് നിന്ന് ആത്മാവ് അത്ഭുതകരമായതിനെ പുറത്തെടുക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിന് ഇന്ന് പറയാനുള്ളപ്പോൾ എത്ര പേർ അതിനെ സ്വീകരിച്ചുകൊണ്ട് ഇന്നിവിടെ ആരാധിക്കുന്നവർ, ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ആ കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ആ ജയത്തിന്റെ ആഘോഷത്തെ, ആ ജയത്തിന്റെ പ്രഖ്യാപനത്തെ ഇപ്പോൾ പ്രഖ്യാപിക്കുക. പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഇറങ്ങിയാൽ ആരും പ്രതീക്ഷിക്കാത്തത് വെളിപ്പെട്ടു വരികയാണ്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ആത്മാവായവനെ ഞാൻ വിശ്വസിക്കുന്നു, ആത്മാവായവനെ ഞാൻ വിശ്വസിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകവ്യാപകമായി പരിശുദ്ധാത്മാവ് ചിലത് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ലോകവ്യാപകമായി പരിശുദ്ധാത്മാവ് ചിലത് പ്രദർശിപ്പിക്കാൻ പോകുകയാണ്. ലോകവ്യാപകമായി ഞങ്ങൾ നിരാശയുടെ ആത്മാവിനെ
നിരാശയുടെ ആത്മാവിനെ ഇന്ന് ഞങ്ങൾ പട്ടണങ്ങളിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു. ഭയത്തിന്റെ ആത്മാവിനെ ഇന്ന് പട്ടണത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് ജീവിപ്പിക്കുന്ന ആത്മാവായി അവൻ വരികയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ജീവിപ്പിക്കുന്ന ആത്മാവായി അവൻ വരികയാണ്. പരിശുദ്ധാത്മാവ് ശ്വാസക്കാറ്റേ എന്നെ ഉയർത്തിയുമായി. പരിശുദ്ധാത്മാവേ, ജീവിപ്പിക്കുന്ന ആത്മാവേ, ചലിപ്പിക്കുന്ന ആത്മാവേ, എഴുന്നേൽപ്പിക്കുന്ന ആത്മാവേ, ഓ റൂഹക്കാറ്റേ, ഞങ്ങളുടെ രാജ്യത്തിലേക്ക്, ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഒരു കാറ്റായി, ഒരു ശ്വാസമായി അങ്ങ് വീശണമേ. ശ്വാസക്കാറ്റേ, ദൈവജനം എന്റെ കൂടെ വിശ്വസിക്കുന്നു എങ്കിൽ ഒരു നിമിഷം ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് ഈ വചനത്തെ പ്രവചിക്കാം. എന്റെ രാജ്യത്തിന്റെ മീതെ ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് ഒരു കാറ്റായി അവൻ ആഞ്ഞടിക്കുകയാണ്. സ്വർഗ മണ്ഡപം വിടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ ഇന്നു മതി വസിക്കാൻ. ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ ഇന്നു മതി വസിക്കാൻ. ഇന്ന് ഇവിടെ നിൽക്കുന്നവരെല്ലാം ആത്മാവിൽ കാണേണ്ട വലിയൊരു വെളിപ്പാട്. Holy Spirit is here. He is in earth. He is on earth. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വസിക്കുന്നു. ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു. കർത്താവ് ഇപ്പോൾ ആത്മാവാകുന്നു. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. കർത്താവ് ഇപ്പോൾ ആത്മാവാകുന്നു. ഞങ്ങളുടെ കൂടെ ചേർന്ന് ആ വചനം ഒന്ന് പറഞ്ഞ് നിങ്ങൾ ആ സൗഖ്യത്തെ, ആ വിടുതലിനെ, ആ പുനർജീവനെ സ്വീകരിക്കുക. കർത്താവ് ഇപ്പോൾ ആത്മാവാകുന്നു. കർത്താവ് ഇപ്പോൾ ആത്മാവാകുന്നു. എന്റെ കൂടെ ചേർന്ന് പറയുക. കർത്താവ് ഇപ്പോൾ ആത്മാവാകുന്നു. 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 My Christ is now a spirit. എന്റെ കർത്താവ് ഇപ്പോൾ ആത്മാവാകുന്നു. My Christ is now spirit. കർത്താവ് ഇപ്പോൾ ആത്മാവാകുന്നു. 3.5 വർഷം ഗലീലയിൽ നടന്ന യേശു 3.5 വർഷം പട്ടണങ്ങളിലൂടെ സഞ്ചരിച്ച ക്രിസ്തു ഇപ്പോൾ ആത്മാവായി എന്റെ ഉള്ളിൽ വസിക്കുന്നു. ആ കാലുകൾ കൊണ്ട് 33.5 വർഷം നടന്നു പോയവൻ ഇന്ന് എന്റെ കാലുകളായി ഈ ഭൂമിയിൽ നടക്കുകയാണ്. Through my legs now he is walking in this earth. ഈ വെളിപ്പാട് കണ്ടേച്ചാണോ നീ ഇന്ന് പകൽ ആരാധിക്കുന്നത്? Are you worshiping God seeing this revelation today? വെളിപ്പാടിലാണോ നീ ചലിക്കുന്നത്? Are you moving seeing this revelation today?
സാഹചര്യം എന്ത് എന്നത് ഇവിടുത്തെ വിഷയമല്ല. ദൈവം നിന്നോട് എന്തു പറഞ്ഞു അതാണ് ഇവിടുത്തെ വിഷയം. Doesn't matter what your circumstances are, but what God has told you, that matters today. ദൈവം പറഞ്ഞതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe what God has told us. ലോകം പറഞ്ഞതിനെ ഞങ്ങൾ അവിശ്വസിക്കുന്നു. We unbelieve what world has told us. നിന്റെ ഭവനത്തെ കുറിച്ച് ലോകം പറഞ്ഞതിനെ അവിശ്വസിക്കുക. Cancel all those things the world has spoken നിന്റെ about your കുടുംബത്തെ family കുറിച്ച് today. ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുക. Believe what God has told about your family today. സാഹചര്യം നിന്നോട് പറയുന്നതിനെ അവിശ്വസിക്കുക. Don't believe what your circumstances are telling you. ദൈവം പറയുന്നതിനെ വിശ്വസിക്കുക. Believe what God is telling you. കർത്താവ് ഇപ്പോൾ ആത്മാവാകുന്നു. God is a spirit now. ആ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. That spirit is dwelling inside ആ of me. ആത്മാവുള്ളടുത്ത് Where സ്വാതന്ത്ര്യമുണ്ട്. that spirit is, there is liberty. ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. Wherever that spirit of God is, there is ഞാൻ liberty. വലിയ സ്വാതന്ത്ര്യങ്ങൾ ഇപ്പോൾ കാണുന്നു. That great freedom, I'm seeing that today. ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുകയാണ്. All over India, that freedom of Holy Spirit is spreading. തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ദൈവസഭ പ്രവചിക്കുന്നു. Right now, from this city, we are prophesying. മരണഭീതിയിൽ നിൽക്കുന്ന എന്റെ രാജ്യത്തിന്റെ മീതെ സ്വർഗീയ കാറ്റ് വീശുകയാണ്. The heavenly wind is blowing over the same India where the fear of death is My falling. country is my heart. Amen. എന്റെ രാജ്യം എന്റെ ഹൃദയമാണ്. Amen. എന്റെ രാജ്യം എന്റെ ഹൃദയമാണ്. My country is my ആ heart. രാജ്യത്തെ നോക്കി ഞങ്ങൾ We are പ്രവചിക്കുകയാണ്. prophesying over our nation. യഹസ്കേൽ പ്രവചിച്ചതുപോലെ, Like the same way Ezekiel prophesied. അപ്പോസ്തലന്മാർ Like പ്രവചിച്ചതുപോലെ, the same way apostles prophesied. ശ്വാസമേ ശ്വാസമേ We are, ശ്വാസമേ let us breathe. വീശുക. Let Holy Spirit move. പ്രവചിക്കാൻ തയ്യാറാകുക. Get പ്രവചിക്കാൻ ready to തയ്യാറാകുക. prophesy. നിങ്ങൾ ഇവിടെ മൗനമായി ഇരിക്കുകയല്ല. Don't be silent today. ദൈവസഭയ്ക്ക് ഇവിടെ മൗനതയില്ല. The church of God cannot be silent. ദൈവസഭയ്ക്ക് ഇവിടെ ഭയമില്ല. The church of God cannot be ഇവിടെ fear. ഭയപ്പെടാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. If there is any institution in this world who doesn't fear, that ഇവിടെ is body of Christ. ഭയപ്പെടാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ that is called a body of Christ. If there is any institution where there doesn't have that fear, that is body of Christ. ഭയത്തോടെ അല്ല നീ പ്രവചിക്കേണ്ടത്. You should not prophesy with fear. വെല്ലുവിളികളുടെ നടുവിൽ prophesy. നിങ്ങൾ പ്രവചിക്കുക. കൃപമതി കൃപമതി കൃപമതിയേ കൃപമതിയേ യേശുവേ കൃപ അതുമതി അതുമതി അതുമതിയേ കൃപമതിയേ യേശുവേ നിൻ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതിയേ യേശുവേ കൃപ അതുമതി അതുമതി അതുമതിയേ കൃപമതിയേ യേശുവേ. ക്രിസ്തുവിൽ വേരൂന്നപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ ക്രിസ്തുവിൽ നിന്ന് എന്താണ് പെരുകി വരുന്നത്? What will come out of a person who is deeply rooted in Christ? ഒന്ന് സമൃദ്ധമായ കൃപ. First one is much more of grace. Much more. സമൃദ്ധമായ. നീ ബലഹീനനാകുമ്പോൾ When you become weak, അവിടെ much more. there അധികമായി. Hallelujah. നീ സാഹചര്യങ്ങളിൽ ബലഹീനനാകുമ്പോൾ, when you become weak because of your circumstances, ഭൂമിയിൽ നിന്ന് പലതും നിന്നിൽ നിന്ന് അടർത്തി മാറ്റുമ്പോൾ, many things will be separated from you in this earth, സ്വർഗ്ഗത്തിൽ നിന്ന് from heaven, much more. അധികമായി. എത്ര പേർക്ക് ഇത് അനുഭവിക്കണം? How many of you want to experience this? ഇത് പ്രസംഗിച്ചാൽ മാത്രം പോരാ. You should not just hear this preaching or just preach this. നമ്മളിത് അനുഭവിക്കുക. We must experience this. എനിക്ക് ഉറപ്പുണ്ട്. I am sure of this. അടുത്ത ആഴ്ച എന്റെ പ്രസംഗത്തിന്റെ ലാംഗ്വേജ് മാറുക. Next Sunday my preaching language is going to ഞാൻ change. എന്തു പറഞ്ഞോ ഞാൻ അത് അനുഭവിച്ചു. Whatever I say, I am going to experience. ഞാൻ എന്തു പറഞ്ഞോ അത് ഞാൻ അനുഭവിച്ചു. Whatever I said, told you, I am experiencing that. ജീവന്റെ വാഴ്ച ഞങ്ങൾ കണ്ടു. The reign of life, we are seeing that. സമൃദ്ധമായ കൃപ ഞങ്ങൾ അനുഭവിച്ചു. We enjoyed the much more grace of God. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. ചിരിച്ച മുഖത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. മണ്ടൻ പിശാചിന്റെ ചെകിട്ടത്ത് ആട്ടിച്ചിട്ട് പറഞ്ഞേ. Amen. Hallelujah. കൃപയുടെ സമൃദ്ധി, The much more of grace.
നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. is going to happen in your life. സമൃദ്ധമായ കൃപ. So the abundance of grace. അപ്പൊ എന്താണ് കൃപ എന്ന് ഞാൻ പറഞ്ഞു. So I have already told you what grace is. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം എന്നെ എത്തിക്കും. When the circumstances bring you a point where I cannot do anything of my own, എനിക്ക് വേണ്ടി എല്ലാമായി മാറാൻ ദൈവം എടുക്കുന്ന സ്റ്റെപ്പാണ് കൃപ. the step which God is taking to become my everything, that is grace. ആ സെന്റൻസ് കുറച്ചുകൂടെ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു. Amen. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം എന്നെ എത്തിക്കുമ്പോൾ, When the circumstances bring me into a point where I cannot do anything of my own, എനിക്ക് വേണ്ടി സ്വർഗം എല്ലാമായി മാറുവാൻ സ്വർഗം എടുക്കുന്ന സ്റ്റെപ്പാണ് കൃപ. the step which heaven is taking to become my everything, that is grace. അടിമയുടെ വേഷം ധരിച്ച് ഒരു അടിമയായി വീട്ടിലെ വേലക്കാരനാകാൻ തീരുമാനമെടുത്ത് പന്നിക്കൂട്ടിൽ നിന്ന് അപ്പന്റെ വീട്ടിലേക്ക് അടിമവേഷവും ധരിച്ചു മകൻ വരുമ്പോ അവനു വേണ്ടി പുത്രനാക്കാൻ അവന്റെ സാഹചര്യത്തിൽ നിന്ന് അവനെ ശ്രേഷ്ഠ പദവിയിലെത്തിക്കാൻ പിതാവ് എടുത്ത സ്റ്റെപ്പാണ് കൃപ. Amen. The same way when the younger son came as a slave in the clothing as a slave, when he came back to that home to become a servant in the house, the step taken by the father to bring him into his level, that is grace. ഈ ദിവസങ്ങളിൽ Right now today അടുത്തൊരു പോഷൻ നമ്മൾ കാണാൻ പോകും. we are going to see another level. നമ്മൾ ചലിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു. We moved, we tried, we did many things. ദൈവം അതിന് നമ്മെ സഹായിച്ചു. God helped us. ഇനി ഇത് സാഹചര്യം മാറുകയാണ്. Now the things are gonna change. സീൻ മാറുകയാണ്. Everything is gonna change. നമ്മൾ ഇങ്ങനെ നിൽക്കും. We will stand like this. ഇനി നമുക്ക് വേണ്ടി അവൻ ചലിക്കും. But he will walk for us. നിങ്ങൾ ആ ഒരു അവസ്ഥയൊന്ന് കണ്ടേ. You have to see that. പിശാച് ഇതിനപ്പുറം അടിയേൽക്കാനുണ്ടോ? You know, nothing more will be there to happen for devil. ഞങ്ങൾ ചലിക്കുന്നില്ല. We are not moving. ഞങ്ങൾ ചലിക്കുന്നില്ല. We are not moving. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഒരുവൻ ചലിക്കുക. But one person is moving for us. ഇതാണ് ക്രൂശിൽ സംഭവിച്ചത്. That is what happened in cross. പിശാച് സകലരെയും പാപികളാക്കി. The devil made everyone a sinner. ആർക്കും സ്വയമേ ഒന്നും പ്രവർത്തിച്ച് നീതി പ്രാപിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് പാപം മനുഷ്യനെ കൊണ്ടെത്തിച്ചു. The sin made man into such a level that they cannot do anything to bring that righteousness. കോടിക്കണക്കിന് യാഗങ്ങൾ അർപ്പിച്ച് ഇസ്രായേൽ ദൈവത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചു. Israel tried to get closer to God doing many sacrifices. പക്ഷേ പാപം അതിനകത്തുനിന്ന് അവരെ തോൽപ്പിച്ചു. But sin defeated them. അവർ ആരാധിച്ചു. They worshipped God. പക്ഷേ ബന്ധത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. But still they couldn't come with that fellowship. അവർ കോടിക്കണക്കിന് യാഗങ്ങൾ അർപ്പിച്ചു. They did millions of sacrifices. ഫൈനൽ റിസൾട്ട് പരാജയമായിരുന്നു. The final result was failure. അവരെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു. It brought them near to death. അവരെ പാപത്തിലേക്ക് കൊണ്ടെത്തിച്ചു. They brought them near to sin. ദൈവത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്ത അവസ്ഥയിലെത്തിച്ചു. They came into a situation where they cannot come closer to God. അപ്പോൾ ബൈബിൾ പറയുന്നു അവരുടെ മേൽ സമൃദ്ധമായ കൃപ ഇറങ്ങി But വന്നു. their Bible says the abundance of grace came upon them. പാപത്തിന്റെ ചങ്ങലക്കകത്ത് ഇനി ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വയ്ക്കാൻ ശേഷിയില്ലാത്തവരായി മാനവ സമൂഹം വന്നപ്പോൾ സ്വർഗം തീരുമാനിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങളല്ല പ്രവർത്തിക്കുന്നത്, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പ്രവർത്തിക്കട്ടെ. When the entire humanity came into a point where they cannot do anything to come out of that sin. Entire family get ready for that. Entire വേളിലോട് ഞങ്ങൾ പ്രവചിക്കുന്നു, ഞങ്ങളെ കാണുന്നവർ കാണാൻ പോകുന്ന ആയിരങ്ങളോട് ഞങ്ങൾ പ്രവചിക്കുന്നു, get ready for that. സമർത്ഥമായ കൃപ നീ അനുഭവിക്കാൻ പോകുകയാണ്. Amen. To all those people who are watching us all over the world, I am prophesying to you, get ready to enjoy that abundance of grace that is going to reveal in your life. ന്യായപ്രമാണം, the law, സകല മനുഷ്യരെ makes the entire humanity. തട്ടി It bring all those people. ക്രിസ്തുവിലേക്ക് കൊണ്ടെത്തിച്ചു. It made them reach near Christ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ വാക്ക് പിശാച് ഇരുന്നുകൊണ്ട് പറയാണ് മരണം മരണം മരണം, പക്ഷെ സ്വർഗ്ഗം ഇരുന്നുകൊണ്ട് പറയാണ് ക്രിസ്തു ക്രിസ്തു ക്രിസ്തു. That is why the Bible says the devil have
only one thing to say that this is the end of law, that is death. But the heaven have only the one word to say, that is Jesus, Jesus, Jesus. ഞാൻ ആ പറഞ്ഞ വെളിപ്പാട് നിങ്ങൾക്ക് മനസ്സിലായോ? Do you understand the revelation? നിയമലംഘനം നടത്തുന്ന മാനവ സമൂഹത്തെ നോക്കി ലോകം പറയാണ് the end of law is death. എന്നാൽ സ്വർഗ്ഗം പറയാണ് ഇവിടെ ഒരു മിസ്റ്ററി ഉണ്ട്. the end of law is not death, the end of law is Christ. Amen. To all those people who are committing offense against the law, to them the entire humanity is telling the end of law is death. But to all those people, the heaven is telling no. ന്യായ പ്രമാണത്തിന്റെ അവസാനം മരണമല്ല, പക്ഷെ അത് ക്രിസ്തുവാണ്. ഞാനിത് പറയുമ്പോൾ അസാധാരണമായ ആ ഒരു എക്സ്പീരിയൻസ് എന്റെ ശരീരത്തിലേക്ക് വരുന്നു. ലോകം മുഴുവൻ പറഞ്ഞു the end of law is death. എന്നാൽ സ്വർഗ്ഗം പറഞ്ഞു ഇല്ല മോനെ, the end of law is Christ. Amen. As I am telling this, I am experiencing that power of Holy Spirit inside of me. The all worlds told that the law, end of law is death, but പക്ഷേ സ്വർഗ്ഗം പറയുകയാണ് ന്യായ പ്രമാണത്തിന്റെ അവസാനം ക്രിസ്തുവാണ്. What a powerful. Amen. What a powerful. എത്ര ശക്തമായ വാക്യമാണത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? Do you understand anything? What a powerful. Amen. എത്ര ശക്തമായ വാക്കാണ്. പാപം മനുഷ്യനെ, sin made all humanity. നിയമം മനുഷ്യനെ, The law made whole humanity. നിയമലംഘനം നടത്തിയ മനുഷ്യനെ Through the man who committed offense. മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് പറയുമ്പോൾ When they said that it is pushing them to death, ഞാൻ കാണുന്നു I am seeing that ആ മരണമെന്ന് പറഞ്ഞ ക്ലൈമാക്സിൽ അവിടെ in the same climax where they have ക്രൈസ്റ്റ് കയറി നിൽക്കുകയാണ്. we are seeing Christ in that same ക്രിസ്തു കയറി place. നിൽക്കുകയാണ്. We are seeing Christ in the same എന്നിട്ട് place. പറയാണ് ന്യായപ്രമാണം സകലരെയും കൊണ്ടുവന്നത് മരണത്തിലേക്കല്ല എന്നിലേക്കാണ്. And the same Christ is telling the Lord didn't protect humanity to death but towards Christ. അസാധാരണമായ presence, Supernatural presence. എന്നോട് കർത്താവ് സ്പഷ്ടമായി പറയുന്നു ഈ മണിക്കൂർ God is telling me very clearly this hour ഇത് സംഭവിക്കാം. that is going to be happen. മരണത്തെ ഇനി പേടിയില്ല, വെല്ലുവിളികളെ ഭയവുമില്ല. മരണത്തെ ഇനി പേടിയില്ല, വെല്ലുവിളികളെ ഭയവുമില്ല. ഒരിക്കൽ മരണം നടന്ന എന്നിൽ ഇനി മരണമില്ല. ഓ ഒരിക്കൽ മരണം നടന്ന എന്നിൽ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതിയേ യേശുവേ, കൃപ അതുമതി അതുമതി അതുമതിയേ, കൃപമതിയേ യേശുവേ, കൃപ അതുമതി അതുമതി അതുമതിയേ, കൃപമതിയേ യേശുവേ, കൃപ അതുമതി അതുമതി അതുമതിയേ, കൃപമതിയേ യേശുവേ. നമ്മോട് ദൈവം കാണിച്ച വലിയ ഗ്രേസ് എന്താണെന്നറിയോ? Do you know what the greatest grace God has showed us? ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ വാക്ക് മരണം എന്നതാണ്. They told that the end word of law is death. That means the separation from God. അത് അർത്ഥമാക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള വേർപെടൽ. എന്നേക്കുമായി Forever ദൈവത്തിൽ നിന്ന് from God അവസാനിച്ചു. you are separated. എന്താണ് സമൃദ്ധമായ കൃപ? What is that grace? എന്താണ് സ്വർഗ്ഗം എന്നോട് കാണിച്ച സമൃദ്ധമായ കൃപ? What is the grace that heaven has showed me? അടുത്തെന്ന പോയിന്റിൽ, In that same point where they wrote death, എന്ന പോയിന്റിൽ in that death point, പിതാവ് പുത്രനെ നിർത്തി. Father placed his son. Hallelujah. Amen. ഇത് പിശാചിന് അറിയില്ലായിരുന്നു. This devil doesn't know. Because it's not a story. കാരണം ഇതൊരു വെറും ഒരു കഥയല്ല, It's a mystery. ഇതൊരു വെളിപ്പാടാണ്. നീ ചിന്തിക്കുകയായിരിക്കും, അയ്യോ എന്റെ സാഹചര്യങ്ങൾ വളരെ പ്രയാസത്തിലേക്കാണല്ലോ. You might be thinking, "Ayyo, my circumstances are very poor. അയ്യോ ഞാൻ വളരെ പ്രശ്നത്തിലാണല്ലോ. Ayyo, I am in great trouble. സാഹചര്യം നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണല്ലോ. Oh, all these circumstances are leading me towards there." But നിങ്ങൾ rooted in Christലാണെങ്കിൽ, But if you are rooted in Christ, പിശാചി എവിടെയാണോ നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് അവൻ പോയിന്റ് ചെയ്തിരിക്കുന്നത്, where the devil pointed you, ആ that you പോയിന്റിൽ സമൃദ്ധമായ കൃപ, that same point, the abundance of grace
is going to reveal. സമൃദ്ധമായ ദൈവകൃപ In that same point, abundance of grace is അത് going to നിങ്ങളുടെ reveal. മേൽ ഇന്ന് സംഭവിക്കട്ടെ. Let that happen in your life today. നിൻ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതിയേ യേശുവേ കൃപ അതുമതി അതുമതി അതുമതിയേ കൃപമതിയേ യേശുവേ നിൻ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതിയേ യേശുവേ കൃപ അതുമതി അതുമതി അതുമതിയേ കൃപമതിയേ യേശുവേ. Hallelujah. ന്യായപ്രമാണത്തിന്റെ അവസാന വാക്കായി The end word of law, ഡെത്ത് മാറേണ്ടടുത്ത് the same place where the death have to be, ആ വാക്കിന്റെ മേൽ സമൃദ്ധമായ കൃപ ഇറങ്ങി. over that word the abundance of grace ആ came down. വാക്കിന്റെ പേരാണ് ലൈഫ്. That word is called life. ന്യായപ്രമാണത്തിന്റെ അവസാന വാക്ക് ലൈഫായിരുന്നു. The end word of law is life. ന്യായപ്രമാണം ജനത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. The law brought people near to Christ. സകല മനുഷ്യരും ക്രിസ്തുവിലെത്തി. The entire humanity came near Christ. എല്ലാവർക്കും പറയാനുള്ളത് എന്താണെന്നറിയോ? Do you know what everyone have to tell? ഞാൻ കൊടുത്ത യാഗം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് 1 കോടി രൂപയുടെ ആടിനെങ്കിലും ഞാൻ എല്ലാ പെരുന്നാളിലും ഞാൻ ആലയത്തിൽ കൊടുത്തിട്ടും എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. If you see my sacrifices, no, at least 1 crore worth God I have sacrificed to God. ഞാൻ 99 അനുസരിച്ചു, പക്ഷെ ഒന്നിൽ തെറ്റിപ്പോയി കർത്താവേ, അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു. I obeyed 99 of the commandments, but in one I failed. Because of that I failed to come near to God. ഇനി എന്റെ ഭാഗത്ത് ഒരു കാര്യം പോലും അവശേഷിക്കുന്നില്ല. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. Now there is nothing more left in my life to do. I am a failure person. ഞാനൊരു പരാജയപ്പെട്ട വ്യക്തിയാണ്. എന്താ ക്രിസ്തുവിന് പറയാനുള്ളതെന്നറിയോ? But you know what Christ have to tell? ഇനി നിനക്കൊന്നും ചെയ്യാനില്ല. There is nothing left for you to do. പക്ഷെ ഇനിയാണ് എനിക്ക് നിന്നിൽ ചെയ്യാനുള്ളത്. But now I have many things to do. You are not a failure. നീ ഒരു പരാജയപ്പെട്ട വ്യക്തിയല്ല. You are a victorious in Christ. നീ ഒരു വിജയിക്കപ്പെട്ട വ്യക്തിയാണ്. അവിടെ നിന്ന് കർത്താവ് തുടങ്ങി. From there Christ started. നമ്മുടെ റോൾ എന്തായിരുന്നു? Do you know what our role was? നോക്കിക്കൊണ്ട് നിൽക്കുക. Just to stand at that, looking at his words. നമ്മൾ കർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ പോകണ്ട. നമ്മൾ കർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ പോകണ്ട. You don't need to support Christ. നിങ്ങൾ കർത്താവിനെ ഹെൽപ്പ് ചെയ്യാൻ പോകണ്ട. You don't need to help God. നിങ്ങൾ നോക്കി നിന്നാ മതി. Just have to stand and look at what he is doing. അനാദി കാലങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നവൻ, The same thing which was there before the foundations of God. വചനമായവൻ, That same God who is word. ആദിയിലെ വചനമായവൻ, The same God who is word. മനുഷ്യ രൂപമെടുത്ത് ഭൂമിയിൽ വന്നു. He came down taking the എന്താ form of a man. എന്റെ റോൾ എന്താ? എന്റെ റോൾ എന്താ? What is my role? അത് കാണുക, Just to see that എന്നിട്ട് പറയുക, and to tell അതെനിക്ക് വേണ്ടിയാണ്. that is for me. എന്റെ പാപത്തെ മുഴുവൻ അവൻ വഹിച്ചു. He carried all my sins. എന്റെ റോൾ എന്താ? What is my role? കർത്താവെ, കുറച്ചുകൂടെ ഞാനും കൂടെ വഹിച്ചോളാം. Father, I will carry a little, no? എന്തായാലും അതില് എന്റേതല്ലേ, Yeah, that is mine, no? ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. I will adjust a little. യേശു പറയൂ, Jesus will say, എടാ, നിന്റെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം പൊളിഞ്ഞില്ലേ? all your adjustment have been a failure, ന്യായപ്രമാണം no? മുഴുവൻ നീ അഡ്ജസ്റ്റ്മെന്റ് All നടത്തിക്കൊണ്ടിരിക്കുകയാണ്. over the law you have been adjusting, no? ഇനി നിന്റെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. Now I don't need your adjustment. നീ മിണ്ടാതെ നിന്നാ മതി. You just keep quiet. അപ്പൊ എന്റെ റോൾ എന്താ? What is my role? നിശബ്ദനായി നിൽക്കുക, Be still അവൻ ചെയ്യുന്നത് കാണുക, and see what he is doing, എന്നിട്ട് പറയുക, and then say, അതെനിക്ക് വേണ്ടിയാണ്. that is for me. നിങ്ങൾ ഇത് കാണാൻ പോകുന്നു. You are going to see this today. Amen. ഇതാണ് ക്രൂശിൽ സംഭവിച്ചത്. That is what happened in cross. അവൻ എന്റെ പാപത്തെ മുഴുവൻ വഹിച്ചു. He carried all my sins. ഞാൻ അവന്റെ കൂടെ നടക്കുക. I am walking with him. യേശുവേ, കുറച്ച് ഞാനും കൂടെ വഹിച്ചോളാം. Jesus, I will carry a little of that. നിനക്ക് വഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ
If you were able to carry, ഇത് എന്നെ നടന്നേനെ. that will happen many times before. നിനക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ളത് കൊണ്ടാണ് നിനക്ക് വേണ്ടി ഞാൻ വന്നത്. But because you cannot do anything about this, that is why I came. ഞാൻ എന്ത് ചെയ്യണം? So what I have to do? നീ നോക്കി നിന്നോ. You have to do just അവൻ what ക്രൂശിൽ he in the cross, അത് നിവർത്തിച്ചു. he accomplished that. അത് ക്രൂശിൽ നിവർത്തിക്കപ്പെടുമ്പോൾ When it was accomplished in the cross, ആ സമൃദ്ധമായ കൃപ the abundance of grace എന്റെ മേൽ വന്നിറങ്ങി. came upon me. അവൻ ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ When he died on cross and he was resurrected on the third day, ഞാൻ അടുത്തൊരു സമൃദ്ധമായ കൃപ നിങ്ങളോട് പറയട്ടെ. I am going to share another abundance of grace with you. എന്നെ ഞെട്ടിച്ചൊരു കാഴ്ചയാണ്. That is what I was wondered. അരുമ്പാസ്റ്റർ ഓട്ടക്കളത്തിൽ 5 പേർ ഇറങ്ങി ഓടിയാൽ ഒന്നാമൻ എത്തുന്ന ആൾ ആരാണോ അവനെ സ്റ്റേജിൽ വിളിച്ച് പ്രൈസ് കൊടുക്കും. In the running race, if 5 people participated, the one who become first, them only they will call onto the stage and give the praise. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഏത് ടീമാണോ വിജയിക്കുന്ന അവരുടെ ക്യാപ്റ്റനെ വിളിച്ച് ട്രോഫി കൊടുക്കും. In cricket, which team won, that captain will be called to the front and he will be given the trophy. 5 പേര് ട്രാക്കിൽ ഓടി, 5 people ran on the track, ഒരാൾ ജയിച്ചു. 1 person won. അപ്പോ ഓഡിയൻസ് ആയിട്ട് കൈയടിച്ചോണ്ടിരുന്ന ഒരുത്തനെ വിളിച്ച് ട്രോഫി കൊടുത്ത കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Did you ever saw people calling an audience and giving the trophy? കഴിഞ്ഞ ദിവസം എന്നെ ഞെട്ടിച്ച വെളിപ്പാടാണ്. This is the revelation which wondered me. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, സാഹചര്യം നിങ്ങൾക്ക് പ്രതികൂലമാകുമ്പോൾ ദൈവം നിങ്ങളെ റെവലേഷനിലേക്ക് വിളിക്കുകയാണ്. You have to understand one thing. When all the circumstances are against you, God will give you revelation. I wonder. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഓടിയത് ഞാനല്ല, I didn't run. മത്സരിച്ചത് ഞാനല്ല, I didn't compete. ഇത് ചുമന്നത് ഞാനല്ല, I didn't carry it. ട്രോഫി എനിക്കാ തന്നത്. But victory was mine. യേശുവിലെല്ലാം നിവർത്തിയാ, യേശുവിലെല്ലാം പൂർണ്ണമാ, യേശു എല്ലാം ചെയ്തതിനാ രക്ഷ സാധ്യമാ. ഞാൻ ആ കാഴ്ച കണ്ടപ്പോ അരുമ്പാസ്റ്റർ ഞെട്ടിപ്പോയി. When I saw that vision, I was wondered. അതൊന്ന് വീഡിയോ ആയിട്ടൊന്ന് കണ്ടേ. See that vision, that is a video. 5 പേര് ഓടുക, 5 people are running. എല്ലാവരെയും മാറ്റി ഒരുവൻ ഓടുക. 1 person is running. അവൻ വിയർക്കുക, He is winning. ഹാർഡ് വർക്ക് ചെയ്യുക. He is doing hard work. ഞാൻ തന്റെ ഓഡിയൻസിൽ ഇരുന്നുണ്ട്. I am sitting in the place of audience. അവൻ ഓടി ജയിച്ചു. He ran and he won the race. അവൻ ഓടി ജയിച്ചു തളർന്നിരിക്കും. He ran, won the race and he became tired and he just sat there. അപ്പോ അതിന്റെ മെയിൻ ആള്, The main person, കൈയടിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു. he called me out from the audience. ഞാൻ ചോദിച്ചു, ഞാനോ? I was asking him, is it me? ആ, Yeah, you come. for what? എന്തിന്? You have a reward. നിനക്കൊരു പ്രതിഫലമുണ്ട്. No. ഇല്ല. ഓടിയത് ഞാനല്ല, I didn't run. അയാളാ. That is him. അയാളാ. He ran. ഉടനെ അയാള് പറയാ, Then he is ഞാൻ നിനക്ക് വേണ്ടിയാണ് ഓടിയത്. I did that for you. പഠിക്കാമെങ്കിൽ Amen. യേശുവിലെല്ലാം നിവർത്തിയാ, യേശുവിലെല്ലാം പൂർണ്ണമാ, യേശു എല്ലാം ചെയ്തതിനാ രക്ഷ പൂർണ്ണമാ, യേശുവിലെല്ലാം പൂർണ്ണമാ, യേശുവിലെല്ലാം പൂർണ്ണമാ, യേശു എല്ലാം ചെയ്തതിനാ. അതുകൊണ്ട് കൃപമതിയേ യേശുവേ, കൃപ അതുമതിയേ കൃപമതിയേ യേശുവേ. ഹല്ലേലൂയ. നിങ്ങൾ അതൊന്ന് കാണണം. You must visualize this. വെറുതെ ഇരുന്ന എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, I was just sitting there just like that. He called me, come. ഒരു ട്രോഫി എടുത്തു, And he took a trophy എന്റെ കയ്യിൽ തന്നു. and he just gave me that. ആ ട്രോഫിയിൽ എന്താ എഴുതിയിരുന്നെന്നറിയോ? Do you know what was written on that reward? You are righteous. നീ നീതിമാനാണ്. എന്തേലും മനസ്സിലായോ? Did you understand anything?
സമൃദ്ധമായ കൃപ, much more of grace. നീതീകരണം എന്ന ദാനം The righteousness which is a gift. is a gift. അതൊരു പ്രതിഫലമാണ്. ഈ ഗിഫ്റ്റിന് വേണ്ടി നീ ഓടിയില്ല. You didn't run for this gift. ഈ ഗിഫ്റ്റിന് വേണ്ടി നീ വിയർത്തില്ല. You didn't sweat for this gift. പക്ഷെ റിവാർഡ് നിന്റെ മേൽ വന്നു. But reward came for you. Amen. അതാണ് പൗലോസൊക്കെ പറഞ്ഞ പാപം അവന്റെ മേലായി. That is what Paul said. നീതി നിന്റെ മേലായി. Your sin came upon him and his righteousness came upon you. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? So what I have to do? ഞാൻ ഈ ട്രോഫിയും കൊണ്ട് I am taking this trophy. വീട്ടിൽ ചെന്നു. I came to my home. എന്റെ വൈഫ് എന്നോട് ചോദിച്ചു, And then my wife asked me, ഇതെവിടെ നിന്നാണ് ട്രോഫി? From where you got this trophy? അത് എങ്ങനെയൊക്കെയോ കിട്ടി. That somehow I got that. ഞാൻ ട്രോഫി കിട്ടും എന്ന് പറഞ്ഞു പോയതല്ല. I didn't went there thinking that I will get that trophy. ഒരാൾ എനിക്ക് വിളിച്ചു തന്നു. A person called me and he gave me this. അങ്ങനല്ല പറയട്ടെ. No. You shouldn't tell like that. ഇതെന്തിന്റെ ട്രോഫിയാ? For what you got this trophy? ഇത് ഞാൻ ജയിച്ച ട്രോഫിയാ. I won. So that I got this trophy. ഇവിടെ നമ്മൾ ഇത് പറയില്ല. When you tell this, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് വ്യക്തമായ പഠനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരുന്നത്. I'm teaching you all this very clearly. പക്ഷേ ഇവിടെ സംഭവിക്കുന്നറിയോ, ഇത് ഞാൻ ജയിച്ചതാണെന്നും ഇത് എന്റേതാണെന്നും നമുക്ക് വിശ്വാസമില്ല. We are not believing that this is my victory and this is mine. That we are not believing. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? What we are telling? ഇത് പുള്ളി ചെയ്തതല്ലേ. Oh, he did that, no? ഇതിന്റെ റിസൾട്ട് എന്നിൽ വരുമോ? Will that result come upon me? എന്താ യേശു പറഞ്ഞെന്നറിയോ? Do you know what Jesus said? ഞാൻ നിനക്ക് വേണ്ടി, for you I, എന്ന് പറഞ്ഞാൽ നീ ഇനി കാണേണ്ടത്, so that you should see, യേശു ഓടിയതല്ല, not that Jesus ran. അവൻ ഓടുമ്പോൾ when he was running, അവന്റെ അകത്ത് ഞാനാണ് ഇരുന്നത്. I was inside of him. അവൻ ഓടി ജയിച്ചപ്പോൾ, when he won that race, first praise goes to, when that was written, ഒന്നാമത്തെ ജയിച്ചയാള്, the first person who first praise goes to, എഴുതിയത് ക്രൈസ്റ്റ് എന്നല്ല. The first praise goes to, that the name first was, praise goes to Aravind Mohan. Amen. രേഖകൾക്കകത്ത് നിന്റെ പേരാ കിടക്കുന്നത്. Amen. It was not written that first praise goes to Christ, but that first praise goes to you. എഴുതപ്പെട്ട രേഖയ്ക്കകത്ത് സ്വർഗ്ഗം എഴുതിയത് നിന്റെ പേരാണ്. In that place heaven has written your name. പക്ഷേ ഈ ഭൂമിയിലെ മണ്ടം പിശാചിന്റെ പ്രവൃത്തി എന്താണെന്നറിയോ? But do you know the foolish devil what he will do? അങ്ങനൊന്നും നിനക്ക് ഇത് കിട്ടൂല. No, you won't get it like that. നമ്മൾ പറയാ ശരിയാ. Then we will say, yeah, that is right. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, because of that only Paul write here like that. നീതീകരണം നൽകപ്പെട്ടു, righteousness has given to you. അതിന്റെ വാക്യത്തിനകത്തുണ്ട്, ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങൾ നീതിമാന്മാരാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. In the sight of God you are proclaimed as a righteous person. എന്റെ കയ്യിലേക്ക് ട്രോഫി തന്നിട്ട്, so God gave that trophy in ദൈവം ഡിക്ലെയർ ചെയ്തു, and then God declared, Aravind Mohan is a winner. Amen. Aravind Mohan ഒരു ജയാളിയാണ്. ഞാനല്ല ഡിക്ലെയർ ചെയ്തത്. I didn't declare that. ഡിക്ലെയർ ചെയ്തത് ദൈവമാണ്. It is heaven who declared that. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, right now today what ദൈവം ഡിക്ലെയർ ചെയ്ത ഡിക്ലറേഷനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? You must believe in what God has told you. ഇതെന്റെ പ്രസംഗമല്ല. This is not my preaching. നിങ്ങൾ റോമാലേഖനം 5 അധ്യായം വായിച്ചാൽ മതി. You read Romans chapter 5. ദൈവം എഴുന്നേറ്റ് പറഞ്ഞു, God told this. You are righteous in my sight. നീ എന്റെ കണ്ണിൽ നീതിമാനാണ്. ദൈവത്തിന്റെ കണ്ണിൽ I am the winner. In the sight of God I am a winner. ഞാൻ ജയാളിയാണ്. നിന്റെ റോൾ എന്താണെന്നറിയോ? എല്ലാവരോടും പറയണം, I am the winner. I am the winner. I am the winner. I am victorious in Christ Jesus. Amen. Do you know what you have to do? You have to tell that you are a winner. ഞാൻ ജയാളിയാണ്. എന്താ സംഭവിച്ചതെന്നറിയോ? Do you know what happened here? ആദാമിൽ നടന്നത് ഞാനാണെന്ന്
നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ ഡിക്ലെയർ കൊണ്ട് നടക്കുക. We are already declaring that what happened with Adam, we were in that. പക്ഷെ ക്രിസ്തുവിൽ നടന്ന കാര്യം ഡിക്ലെയർ ചെയ്യാൻ ഇപ്പോഴും നമുക്കൊരു സംശയം. But what happened in Christ, we are still doubting to declare that. ആ സംശയം എന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്തു കളയും. The moment you break that doubt, ദൈവം പറഞ്ഞതായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കാണുമോ? when you see the way God sees you, അന്നു മുതൽ നിങ്ങൾ ജീവിക്കുകയല്ല, നിങ്ങൾ വാഴുകയാണ്. that moment itself you will start reigning. ഇതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. That is what apostles did. ഇത് നിങ്ങൾക്ക് എനിക്കും മനസ്സിലാക്കാനാണ് പൗലോസ് റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കൊണ്ടുവരുന്നത്. To make you understand this only, Paul bring Abraham in Romans chapter 4. എങ്ങനെയെങ്കിലും ഇത് മനസ്സിലാവണം. Somehow you must understand this truth. അതിന് അദ്ദേഹം അബ്രഹാമിനെ കൊണ്ടുവരിക. For that he brought Abraham. അബ്രഹാം എങ്ങനെയാണ് നീതീകരണം പ്രാപിച്ചത്? How Abraham became righteous? Through faith. വിശ്വാസത്താൽ. എന്താണ് ഇവിടെ സംഭവിച്ചത്? What happened here? ക്രിസ്തു നിങ്ങൾക്കായി ചെയ്ത് നിങ്ങളെ ഏൽപ്പിച്ച കാര്യത്തിൽ What Christ have done for you and given to you, ഞാനാണ് വിന്നർ എന്ന് എനിക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ കഴിയും? how I can declare that I am the winner? എന്തായാലും ട്രോഫി കിട്ടിയല്ലോ. Yeah, anyway I got the trophy. അങ്ങനൊന്നും ഞാൻ ഇത് വാങ്ങത്തില്ല. I won't receive that. ഒരു കാര്യം ചെയ്യ്, അടുത്ത 5 പേരെ കളത്തിലിറക്കും, ഞാൻ ഓടാം. Okay, let's call another 5 people. I will also ഞാൻ run. ഓടി ജയിച്ചേച്ച് ട്രോഫി തന്നാ മതി. After I run and win, then you give me the trophy. നീ ഓടി 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 പൊട്ടിയത് കൊണ്ടാണ് കർത്താവ് നിനക്ക് വേണ്ടി ഓടിയത്. You ran and failed. That is why God ran for you. അപ്പൊ ഇനി ഓടാൻ ഇറങ്ങി നിൽക്കരുത്. So don't try to run again. ഇനി നീ ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടത് ഓടാനല്ല. Now you have to go to the ground not to run, ജയിച്ചെന്നു പറഞ്ഞിട്ട് തുടങ്ങാനാണ്. but to declare that you already won. ഞാനിത് നന്നായിട്ട് നിങ്ങളുടെ അകത്തേക്ക് ഇടുകയാണ്. Amen. ഇനി ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുന്നത്. Now I will go into that ground. എല്ലാവരും വരൂ. റെഡി 1 2 3. ഞാൻ നിങ്ങളോട് ഓടാൻ നിൽക്കുക. Let everyone come. I am going to run again. ഇത് നമ്മളിൽ നിന്ന് കിട്ടണം. ഇത് നമ്മളിൽ നിന്ന് കിട്ടണം. അതിനാണ് ഇവന്മാർ റെഡിയാ നിൽക്കുന്നത്. കാരണം നമ്മൾ ഭൂമിയിൽ ഓടിയാൽ നമ്മൾ തോറ്റുപോകും. If we run on earth, then we will fail. പക്ഷെ ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുക. But I am standing on that ground. അപ്പൊ എന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ഓടാൻ വേണ്ടി കുറെ പേരിക്കുക. So many people are ready to fight with me and run. എന്തോ പറ്റി? What happened? നമുക്ക് ഓടി നോക്കിയാലോ? Let's run, no? ഒന്ന് പിടിച്ചാലോ? Let's compete. I am the winner. Hey, ഞാനാണ് ജയാളി. I am the winner. ഞാനാണ് ജയാളി. ഇനി നീ എന്റെ കൂടെ വരുന്നെങ്കിൽ ഒന്ന് അറിഞ്ഞേച്ചു വന്നാ മതി. If you are gonna come with me, then you must know one thing and come. ഞാൻ ജയാളി. I am the winner. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇവരോട് ഫൈറ്റ് ചെയ്യണം. From there you stand there and fight with them. ആ ഗ്രൗണ്ടിൽ ഇറങ്ങി അവരുടെ സമാനമായ ഒരാളായി നിന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്യരുത്. You shouldn't stand in that ground as in the same person as them and fight. അവരും നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ When they come to compete against നിങ്ങൾക്ക് you, സ്വർഗം നൽകിയ ജയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവരോട് ഫൈറ്റ് ചെയ്യണം. you must stand in the victory heaven has already given you and then compete. അതാണ് എന്റെ ഫൈറ്റിംഗ്. That is your competition. ഞാൻ ജയിച്ചു എന്ന എന്റെ പ്രഖ്യാപനമാണ് എന്റെ ഫൈറ്റിംഗ്. My competition is the proclamation that I am ഞാൻ a winner. ജയത്തിൽ ജീവിക്കുന്നു എന്റെ തിരിച്ചറിവാണ് എന്റെ ഫൈറ്റിംഗ്. My competition is the realization of mine that I am already a winner. പൗലോസ് ഇത് നമ്മെ പഠിപ്പിക്കുക. Paul is teaching us this. ക്രിസ്തുവിൽ എന്താണ് ലഭിച്ചത്? What we received from Christ, സമൃദ്ധമായ കൃപ, abundance of grace, നീതീകരണം എന്ന ട്രോഫി. the gift of righteousness. ഇതെങ്ങനെ എനിക്ക് ലഭിക്കും? How I will get this? കാരണം യഹൂദന്മാർക്ക് ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. Because the Jewish people cannot believe this. അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് പ്രവർത്തിച്ച് നമുക്ക് നേടാൻ പറ്റുള്ളൂ. Because according to their concept, we must try and then only we can ഈ win. 5-ാം അധ്യായത്തിൽ ദാവീദ് പാട്ടുപാടി ആരാധിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ 4-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. In Romans 4, Paul wrote about some incidents of David where he worshipped God. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ഇന്നലെ വരെ ദാവീദ് പാട്ടുകാരനും വർഷിപ്പറും ആയിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഡേവിഡ് ഈസ് എ പവർഫുൾ prophet. Till yesterday for us David was a worshipper, but I am telling you he was a powerful prophet. ഞാൻ കുറെ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ദാവീദ് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ കാര്യം. For weeks before I have already told about the Psalms 1. നമ്മൾ പ്രവാചകന്മാരാണെന്ന് ലിസ്റ്റ് ഇട്ടിരിക്കുന്ന ആരും അത് പറഞ്ഞില്ല.
No, none of the people who are prophets haven't told about this. നമ്മൾ കാട്ടിൽ പാട്ട് പാടുമെന്ന് പറഞ്ഞ ദാവീദ് പ്രവചിച്ചു. The David prophesied in that wilderness. That's a real prophecy. അതായിരുന്നു യഥാർത്ഥ പ്രവചനം. ദാവീദ് 4-ാം അധ്യായത്തിൽ പ്രവചിച്ചു വെച്ചേക്കുക. In the chapter 4 David is prophesying. എന്താണെന്നറിയാലോ? Do you know what? ഞാൻ ഞെട്ടിപ്പോയി. I was wondered. ദൈവം പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. Amen. ഇത് എപ്പോഴാ പ്രവചിക്കുന്നത് നിങ്ങൾ അറിയണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ യാഗങ്ങളും നിയമങ്ങളുമായി നീതിമാന്മാരാകാൻ വേണ്ടി ഒരു സമൂഹം പ്രയത്നിക്കുമ്പോൾ ഒരുത്തൻ കാട്ടിലിരുന്ന് പാട്ടുപാടുകയാണ്. പാപം ചെയ്ത് പാപിയായി പ്രാകാരത്തിൽ വരുമ്പോൾ ഒരു യാഗവുമില്ലാതെ നീ നീതിമാനാണെന്ന് ദൈവം പറയുന്ന ജനറേഷൻ. They are blessed. Hallelujah. Jesus. What a powerful prophecy. He is a real prophet. Amen. അദ്ദേഹം പാട്ടുകാരനല്ല, അദ്ദേഹം worship leader അല്ല. He is a real prophet. അന്ന് അദ്ദേഹം പാടിയ പ്രവചനം ഞാൻ കാണുന്നു. അനുഭവം പുള്ളി അന്ന് കണ്ടു. എന്താണെന്നറിയോ? കയ്യിൽ യാഗമൃഗമില്ല, ആടില്ല, കാളയില്ല, പ്രാവിൻ കുഞ്ഞൊന്നുമില്ല. പക്ഷെ മുഴുത്ത പാപിയ. ആടും കാളയും പ്രാവും ഒന്നും ഇല്ലാതെ പ്രാകാരത്തിന്റെ 7 അയൽവക്കത്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇദ്ദേഹം കാണുക, കുറെ ആൾക്കാര് മുഴുപ്പാവികളാണ്. കയ്യിൽ ആടില്ല, കാളയില്ല, പ്രാവില്ല. പക്ഷെ ധൈര്യത്തോടെ കയറി വരും. ആടും കാളയും എല്ലാം ഉണ്ടായിട്ട് യഹൂദർ കയറി വരുന്നത് വിറച്ചുകൊണ്ടാണ്. മഹാപുരോഹിതൻ പോലും ആണ്ടിലൊരിക്കൽ കൃപാസനത്തിൽ കയറുന്നത് വിറച്ചുകൊണ്ടാണ്. അപ്പോഴാണ് ദാവീദ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജനറേഷനെ കാണുന്നു. നിങ്ങൾ എന്തേലും കാണുന്നുണ്ടോ? എന്തേലും കാണുന്നുണ്ടോ? അദ്ദേഹം പാടുകയാണ്, അവർ പാപികളാണ്, പക്ഷെ അവരുടെ പാപം ദൈവം കണക്കിടുന്നില്ല. ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു. 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുകയാണ്. 6-ാമത്തെ വാക്യം നിങ്ങൾ ഇങ്ങനെ സൽപ്രവർത്തികളെ കണക്കാക്കാതെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ദൈവം എന്നെ പ്രസാദിച്ചു എന്ന സൽപ്രവർത്തികളെ കണക്കാക്കാതെ ദൈവം നീതിമാനായി അംഗീകരിക്കുന്ന മനുഷ്യൻ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന് എല്ലാ യഹൂദന്റെ ഉള്ളിൽ സമവാക്യമായി കിടക്കുമ്പോൾ ഒരുത്തൻ പാടുകയാണ്, ദൈവം നീതിമാനായി കാണുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ പാപമോ നിന്നിലായി, നിന്റെ നീതിയോ എന്നിലായി. എന്റെ പാപമോ നിന്നിലായി, നിന്റെ നമുക്ക് സമയമല്ലോ. 7-ാമത്തെ വാക്യം പറയുന്നു, ലംഘനം ക്ഷമിച്ചു. ഇതാര് പറഞ്ഞാന്നറിയോ? 4-ാമത്തെ റോമർ 4:7 ഞാൻ പറഞ്ഞു, ദാവീദ് പറഞ്ഞതാണ്. Romans chapter 4 verse 7 says, in that David says, blessed are those who lawless deeds are forgiven. ലംഘനം ക്ഷമിച്ചു. Those who are lawless deeds are forgiven. പൗലോസ് ലേഖനത്തിൽ പറഞ്ഞു, അവൻ നമ്മോട് ക്ഷമിച്ചു. അപ്പൊ ദാവീദ് പ്രവചിച്ചത് ഞാൻ 2 നില വീട് വയ്ക്കുമെന്നല്ല. He's a real prophet. സ്വർഗത്തിന്റെ ഹൃദയം ഇദ്ദേഹം പ്രവചിച്ചു. എനിക്കറിയത്തില്ല, എനിക്കിത് ചിന്തിച്ചിട്ട് റേഞ്ച് കിട്ടുന്നില്ല. ക്രൂശിൽ പിതാവ് പറയാൻ പോകുന്ന ഡയലോഗ് കിട്ടിയോ? അനുഭാഷണത് കിട്ടിയോ? പുത്രനെ ക്രൂശിൽ നിർത്തി പിതാവ് പറയാൻ പോകുന്ന ഡയലോഗ് കാട്ടിൽ കിടന്ന് ഒരുത്ത പാടുകയാണ്. ഞാൻ പറയാം
ഇതിനകത്ത് പ്രവാചകന്മാർ എഴുന്നേൽക്കണം. Amen. 2021 ജൂൺ മാസം ദൈവം പറയാൻ പോകുന്ന കാര്യം ഏപ്രിൽ മാസം പറയാൻ, 2022 ലോകത്തോട് ദൈവം പറയാൻ പോകുന്ന കാര്യം 2021 പറയാൻ HKക്ക് പ്രവാചകന്മാർ വേണം. Yes. ആ റിലത്തിൽ ഈ അനോയിന്റിംഗ് റിലീസ് ആകുകയാണ്. Come on, prophets. Yes. ഞാൻ ഇതിനകത്ത് അങ്ങനെ പ്രവാചകന്മാരെ കാണുന്നു. I receive. ഞാൻ അങ്ങനെ പ്രവാചകിമാരെ കാണുന്നു. ദൈവം പറയാൻ പോകുന്ന കാര്യം മുന്നമേ പറയുന്ന പ്രവാചക ശുശ്രൂഷകർ ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുകയാണ്. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, തീ പോലെ സുവിശേഷം പടരട്ടെ. ഹല്ലേലൂയ. ഞാൻ ഞെട്ടിപ്പോയി. ദൈവത്തിന്റെ ഡയലോഗ്, The dialogue of God. Amen. Yes. Amen. ജോ, ഈ ദാവീദിന്റെ കാലവും ക്രിസ്തുവിന്റെ കാലവും തമ്മിൽ എത്ര ഗ്യാപ്പാണ് നോക്ക്. There is a great gap between the time period of David and Christ. ജനറേഷൻ ഗ്യാപ്പാണ്. There is a great generational gap. എനിക്കിതൊന്നും സത്യം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, ആ ഡയലോഗ്, That dialogue, that statement of Father, അദ്ദേഹം പാടുക. David is singing. എനിക്കറിയാം ഇതിനകത്തുനിന്നൊരു തലമുറ വരും. A generation will rise up from here. പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമായി തരുന്നു. Holy Spirit is telling me that നീ clearly. എടുക്കുന്ന പെയിൻ ഉണ്ടല്ലോ, The pain you are taking, നീ ക്യാരി ചെയ്യുന്ന പെയിൻ ഉണ്ടല്ലോ, pain you are carrying now, അത് ഇന്ത്യ കണ്ടാൽ, ഇന്ത്യ ഇതുവരെ കണ്ടവരെ ജനിപ്പിക്കാൻ വേണ്ടിയല്ല. that is not to give birth to I really haven't believed. ഇന്ത്യയെ തിരിക്കുന്ന, ലോകത്തെ തിരിക്കുന്ന ഇതുപോലത്തെ ശുശ്രൂഷകന്മാർ ഇതിനകത്ത് ജന്മമെടുക്കും. Amen. The great ministers of God who will turn the world, they are going to born from here. Hallelujah. ജീസസ്. Jesus Lord. പൗലോസിന് ഒന്നേ പറയാനുള്ളൂ, Paul have only one thing to say. അവാർഡ് നിന്റെ കയ്യിലാ, Yeah, trophy is in your hand. ജയം നിന്റെ കയ്യിലാ, Victory is yours. അവിടുത്തെ രേഖക്കകത്ത് നിങ്ങളുടെ പേരാ. In there the victory list, your name is written. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, So my question is this. ഞാൻ ഓടിയില്ല, I didn't run. ഞാൻ ചുമന്നില്ല, I didn't carry anything. ഞാൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ല. I didn't did anything for this. അപ്പൊ കർത്താവ് പറയാ, But then God is telling me അതുകൊണ്ടാണ് ഇതിന്റെ പേര് കൃപ എന്ന് പറയുന്നത്. that is why it is called grace. Oh, nin kruba madi ye, kruba madi Yeshua, kruba adu madi ye, kruba madi Yesh, nin kruba madi ye, nin kruba madi ye, kruba madi Yeshua, kruba adu madi ye, kruba madi Yeshua. അവ എനിക്ക് എങ്ങനെ യേശുവേ ഇതിൽ പ്രവേശിക്കാൻ കഴിയും? So Jesus, how I can enter into this? By faith. വിശ്വാസത്താൽ. എന്ത് വിശ്വാസത്താൽ? Through what faith? ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാനാണെന്ന വിശ്വാസത്താൽ. Believing that what God has told about that is me. ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഞാൻ ആശ്രയിക്കുന്നതിനാ. Yes. By depending upon everything God has done for me. അത് ഞാനാണെന്നുള്ള എന്റെ പ്രഖ്യാപനത്താൽ. The proclamation that is me. Amen. You can enter into that. പൗലോസ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. Paul, to make us understand, he is telling about Abraham. അബ്രഹാം എങ്ങനെയാണ് നീതിമാനായത്? How Abraham was justified? വിശ്വാസം. Through faith. ഒറ്റ
ഒറ്റ സെന്റൻസ് പറഞ്ഞ് നമ്മൾ ഇവിടെ നിർത്തും. We are going to pray by telling one sentence. ഇത് നമുക്ക് നന്നായി മനസ്സിലാകാൻ അദ്ദേഹം അബ്രഹാമിനെ കൊണ്ടുവരിക. To make us understand this clearly, he is bringing Abraham. ഞാൻ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, When I was reading this, ഞാൻ അബ്രഹാമിന്റെ ചരിത്രം ഇങ്ങനെ കാണുമ്പോൾ, I was seeing the history of പെട്ടെന്ന് Abraham. പരിശുദ്ധനോട് പറഞ്ഞു, Then suddenly Holy Spirit told me, അബ്രഹാമിന്റെ കഥ പറയാനല്ല ഞാൻ അബ്രഹാമിനെ എടുത്തോണ്ട് വന്നത്. I didn't bring Abraham here not to tell the story of Abraham. നിന്റെ മേൽ വെളിപ്പെട്ട നീതീകരണത്തെ കുറിച്ച് പറയാനാ ഞാൻ അബ്രഹാമിനെ എടുത്തോണ്ട് വന്നത്. I brought Abraham to tell you about the righteousness which is being revealed in you. പരിശുദ്ധന്റെ അടുത്ത് പറഞ്ഞു, അബ്രഹാമിന്റെ ജീവിത കഥ പറയാനല്ല ഞാൻ 4-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് വന്നത്. I didn't brought Abraham just to tell Abraham's story in the chapter 4. ക്രൂശിൽ ക്രിസ്തു ചെയ്ത നീതീകരണത്തിന്റെ കാര്യം പറയാനാ ഞാൻ അബ്രഹാമിനെ എടുത്തുകൊണ്ട് വന്നത്. But to tell about the righteousness of Christ which has done in the cross, to tell that I brought Abraham here. എന്നിട്ട് പരിശുദ്ധനോട് പറഞ്ഞു, Then Holy Spirit told me, this is not an Abraham story. ഇത് അബ്രഹാമിന്റെ കഥയല്ല. Come on, man of God. Yes. ഞാൻ രക്ഷിക്കപ്പെട്ട് എനിക്ക് തോന്നുന്നു 10-15 വർഷമായി. It's been about 15-20 years I have been I come to salvation. ഈ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് After it's been about 15 years I came to Christ. Till now എനിക്കിത് അബ്രഹാമിന്റെ കഥയായിരുന്നു. this was just Abraham's story for me. കഴിഞ്ഞ ദിവസം But yesterday ദൈവം എന്നോട് പറഞ്ഞു, God told me, this is not Abraham's story. ഇത് അബ്രഹാമിന്റെ കഥയല്ല, is my story. ഇത് എന്റെ കഥയാണ്. ഇത് അബ്രഹാമിന്റെ കഥയല്ല. This is not Abraham's story. ഇത് അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കഥയാണ്. This is God's story about Abraham. എന്റെ ലൈഫ് രൂപാന്തരപ്പെട്ടു. My life was transformed. കർത്താവിനോട് പറഞ്ഞു, God told me, നീ പോയിക്കൊണ്ടിരിക്കുന്നത് the way you are going, നിന്റെ കഥയിലല്ല, not in your story, നിന്നെ കുറിച്ചുള്ള എന്റെ കഥയിലാണ്. but the my will about your story. ഞാൻ ശക്തമായി കൺഫസ് ചെയ്തു, I'm confessing that. I'm not in my story. ഞാൻ എന്റെ കഥയിലല്ല I ജീവിക്കുന്നത്. am in God's story. Amen. ഞാൻ ദൈവത്തിന്റെ കഥയിലാണ് ജീവിക്കുന്നത്. ധൈര്യപ്പെടണം. Amen. അബ്രഹാമിന്റെ സ്റ്റോറി തീർന്ന സ്റ്റോറിയാണ്. Abraham's story is a finished one. അബ്രഹാമിന്റെ സ്റ്റോറി എന്താ പറഞ്ഞേ? What Abraham's story told us? അബ്രഹാം, Abraham, നിന്നിൽ in you no son, there is no son. no father, ഒരു പിതാവില്ല, no son. നിനക്ക് മകനില്ല. സാറയോട് എന്താ പറഞ്ഞേ? What God told to Sarah? നിന്നിൽ ഒരു അമ്മയില്ല, ഒരു അമ്മയില്ല. There is no mother in you. That's end story. അത് അവസാനിച്ച ഒരു കഥയാണ്. അബ്രഹാം പ്രവർത്തിച്ചു, Abraham worked. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. Abraham did everything he could do. അവസാനം അബ്രഹാം പറഞ്ഞു, In the end Abraham told, we failed, ഞങ്ങൾ we are failed, ഞങ്ങൾ പരാജയപ്പെട്ടവരാണ്. my story is closed. എന്റെ കഥ അവസാനിച്ചു. എന്റെ ചാർച്ചക്കാരന്റെ മകനിലേക്ക് ഞാൻ എന്റെ സ്റ്റോറി തിരിച്ചു വിടാൻ പോകും. I am going to turn my story to my maid's Relatives. through my maid. അബ്രഹാമിന് കുഞ്ഞില്ലെങ്കിൽ അബ്രഹാമിന്റെ സകല പാരമ്പര്യവും മഹത്വവും സമ്പത്തും വേറൊരാളിലേക്ക് തിരിച്ചു വിടും. So if Abraham doesn't have a son of his own, then he have to give his all the property to one of his relatives. അബ്രഹാമിന്റെയും സാറയുടെയും സ്റ്റോറി അവിടെ ക്ലോസ്ഡ് ആണ്. That is where the story of Abraham and Sarah was closed. അബ്രഹാമിന്റെ കഥയ്ക്ക് പറയാനുള്ളത്, So what Abraham's story have to tell you? it's a closed chapter. അതൊരു അടഞ്ഞ കഥയാണ്, അടഞ്ഞ പുസ്തകമാണ്. ആ പുസ്തകവുമായി അബ്രഹാം ഇരിക്കുമ്പോൾ By carrying that book, Abraham was standing. God's story. ദൈവത്തിന്റെ കഥ. അബ്രഹാമിന്റെ ശരീരം അബ്രഹാമിനോട് പറയുന്നു, Abraham's body is telling him, no son, നിനക്ക് മകനില്ല, നീ ഒരു ഫാദർ ആകത്തില്ല. you will not become a father. എന്നാൽ ദൈവം ഇറങ്ങി വന്ന് Then God came down അബ്രഹാമിനെ വിളിച്ചു, and then he called Abraham, ഫാദർ, പിതാവേ. Amen. Hallelujah, Lord. ഫാദർ.
പിതാവേ, you are going to be a big family. ആമേൻ, നീ ഒരു വലിയ ജനതയായി മാറാൻ നീ പോകുന്നു. ഒരു വലിയ ജാതിയാകാൻ പോകുകയാണ്. You are going to be a great എത്ര പേർക്ക് ഇതൊന്ന് പിടിക്കാൻ കഴിയും? Amen. അബ്രഹാമിന്റെ ശരീരം പറയുന്നു, Abraham's body is telling him, no father, no, നിനക്കൊരു പിതാവാകാൻ കഴിയില്ല, no son. നിനക്കൊരു മകനില്ല. പക്ഷെ ദൈവം പറയുന്നു, But God is telling, you are a father, നീ ഒരു പിതാവാണ്, father of faith. വിശ്വാസികളുടെ പിതാവ്. You are going to be a big family. നീ ഒരു വലിയ ജനതയാകാൻ പോകുന്നു. നിന്റെ സ്റ്റോറിയിലാണ്. In your story, നീ അപ്പനല്ല. you are not a father. എന്റെ സ്റ്റോറിയിൽ, But in my story, you are a father. നീ ഒരു പിതാവാണ്. അബ്രഹാമിന് ഒന്നേ പറയാനുള്ളൂ. Abraham have only one thing to tell. Abraham, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയ ജനതയായത്? how you become a great generation? അദ്ദേഹം പറയും, He will tell, that's not my story. അത് എന്റെ കഥയല്ല. അനാദി കാലങ്ങൾക്ക് മുൻപ് Before the foundations of world, യേശുക്രിസ്തുവിൽ Jesus Christ, പിതാവ് എനിക്ക് വേണ്ടി എഴുതി വെച്ച കഥയാണ്. Father wrote this story about me. നിങ്ങൾ എങ്ങനെയാണ് ഇത് നേടിയത്? How you achieved this, Abraham? എന്റെ സ്റ്റോറിയെ ഞാൻ അവിശ്വസിച്ചു. I unbelieved my story. അവന്റെ സ്റ്റോറിയിൽ ഞാൻ വിശ്വസിച്ചു. I believed in his story. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? Did you did anything? എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എന്റെ സ്റ്റോറിയിൽ നിന്നേനെ. If I could do anything, then I would be limited in my story. ഞാൻ ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ. I did only one thing. എന്റെ സ്റ്റോറി പറയുന്നു, you are not a father. My story says that I'm not a father. പക്ഷേ ദൈവത്തിന്റെ സ്റ്റോറി പറയുന്നു, you are a father of nations. But God's story says that നീ ഒരു ജനതയുടെ പിതാവാകും. ആ ദൈവം പറഞ്ഞതിൽ ഞാൻ കയറി. I step into what God told about me. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതാണ്. Then I told, that is me. I believe. ഞാൻ വിശ്വസിക്കുന്നു. This is Abraham turning point. Amen. ഇതാണ് അബ്രഹാമിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. എന്താണ് വഴിത്തിരിവ്? What is that turning point? നമ്മൾ കേൾക്കാറില്ലേ, നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, നിന്റെ ടേണിംഗ് We പോയിന്റ്. always hear this. This is your turning point. This is your turning point. The real turning point is ശരിയായ വഴിത്തിരിവ് എന്ന് പറയുന്നത് നിന്റെ സ്റ്റോറിയിൽ നിന്ന് from your story ദൈവത്തിന്റെ സ്റ്റോറിയിലേക്ക് to God's story. നീ വിശ്വാസത്താൽ കടക്കുന്ന By faith you are entering. ആ ചലനമാണ് യുവർ ടേണിംഗ് പോയിന്റ്. That movement is your turning point. This is not your story. ഇത് നിങ്ങളുടെ കഥയല്ല. This is God's story. ഇത് ദൈവത്തിന്റെ കഥയാണ്. Because it's called mystery. Amen. അതുകൊണ്ടാണ് അതിനെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ not history, mystery, അതിനെ രഹസ്യം എന്ന് പറയുന്നത്. Amen. That is why it is called as mystery, not top history. secret of God. Amen. ദൈവത്തിന്റെ രഹസ്യം. കരമുയർത്തി ശിരസിൽ വെച്ച് പറഞ്ഞ്, I am a top secret of God. Amen. Top secret of God. HK is a top secret of We God. are the top secret of God. All family is a top secret of God. We are the top secret of God. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ദൈവം പറയുന്നു, നിങ്ങൾ നീതിമാന്മാരാണ്. Let's stand in the presence of God. God is telling that നിങ്ങൾ you are ദൈവത്തിന്റെ greatest. പുത്രന്മാരാണ്. You are his son and daughters. നിങ്ങൾ അവകാശികളാണ്. You are heirs. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വിളിക്കപ്പെട്ടവരാണ്. You are called to be one with the image of Christ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കപ്പെട്ടവരാണ്. You are being alive with Christ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടവരാണ്. You are resurrected with നിങ്ങൾ Christ. ക്രിസ്തുവിനോടുകൂടെ മരിക്കപ്പെട്ടവരാണ്. You are dead with Christ. ക്രിസ്തു നിങ്ങളെ പിതാവുമായി അനുരഞ്ജിപ്പിച്ചു. God has made you right with Father. ക്രിസ്തു നിങ്ങളെ ദൈവവുമായി നിരപ്പിച്ചു. Christ has made you right with Father. I am not in separation. ഞാൻ ഒരിക്കലും വേർപെടലല്ല. I am in relation. ഞാൻ ആ ബന്ധത്തിനുള്ളിലാണ്. This is my life. ഇതാണ് എൻ്റെ ജീവിതം. His life is equal to rain. Amen. ഈ ജീവിതം ഒരു വാഴ്ചയാണ്. So I strongly believe. അതുകൊണ്ട് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. In earth, ഈ ഭൂമിയിൽ I can reign in life. എനിക്ക് ജീവനിൽ വാഴുവാൻ കഴിയും. I strongly believe. ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. Through faith. വിശ്വാസത്താൽ ഞാൻ ജീവന്റെ വാഴ്ചയിൽ ആണ്. ഞാൻ ജീവനിൽ വാഴും. I will reign in life.
എല്ലാ കണ്ണുകളും അടച്ചു. Hallelujah. Let's close our eyes. ഈ വചനം അതിവേഗത്തിൽ പാഞ്ഞു ചെല്ലാൻ പോവുക. This word is moving in your life very powerfully. വചനം ചെന്ന് അതിന്റെ പ്രവൃത്തി കൊണ്ടുവരാൻ പോവുക. The word will go forth and it will bring out the fruits. വചനം ചെന്ന് അതിനെ പുറത്തെടുക്കാൻ പോവുക. The God's word is bringing its works. അസാധാരണമായ ദൈവകൃപ ഇറങ്ങാൻ പോവുക. God's grace is coming upon each one of you. നീതിയുടെ പ്രദർശനം വ്യാപിക്കാൻ പോവുക. The righteousness, the display of righteousness നീതിയുടെ ഫലം വെളിപ്പെട്ടു വരാൻ പോവുക. the fruit of righteousness is going to manifest in your നീതിയുടെ life. അനുഗ്രഹം വെളിപ്പെട്ടു വരാൻ The പോവുക. blessings of righteousness. നിൻ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതിയേ യേശുവേ ചേർന്ന് ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അതുമതിയേ കൃപമതിയേ യേശുവേ നിൻ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതിയേ യേശുവേ കൃപ അതുമതി അതുമതി അതുമതിയേ കൃപമതിയേ യേശുവേ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. We bless you. ജീവനിൽ വാഴുക. Reign in life. Reign in life. Reign in ജീവനിൽ വാഴുക. Amen.